ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിലെ കടലാക്രമണത്തിനും അതേ തുടർന്നുള്ള കെടുതികൾക്കും ദുരിതങ്ങൾക്കും ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്നാവശ്യപ്പെട്ട് കൊച്ചി ആലപ്പുഴ രൂപതകളിലെ വൈദികർ തോപ്പുംപടി BOT ജംഗ്ഷനിൽ ഏകദിന ഉപവാസ സമരം നടത്തി. KRLCC വൈസ് പ്രസിഡന്റ് ജോസഫ് ജൂഡ് സമരം ഉദ്ഘാടനം ചെയ്തു. തീരസംരക്ഷണത്തിന് ഗൗരവതരമായ സർക്കാർ ഇടപെടൽ ആവശ്യപ്പെട്ടുകൊണ്ട് കൊച്ചി ആലപ്പുഴ രൂപതകളുടെ സംയുക്ത നേതൃത്വത്തിൽ രൂപം കൊണ്ടിട്ടുള്ള കെയർ ചെല്ലാനം കൊച്ചിയുടെ നേതൃത്വത്തിൽ പ്രക്ഷോഭ പരിപാടികൾ ശക്തമാക്കാൻ തീരുമാനിച്ചതിന്റെ അടിസ്ഥാനത്തിലാണ് സമരം നടത്തിയത്. രാവിലെ തോപ്പുംപടി സെന്റ് സെബാസ്റ്റ്യൻ പള്ളിയിൽ നിന്ന് ആരംഭിച്ച വൈദികരുടെ റാലി കൃപാസനം ഡയറക്ടർ റവറന്റ് ഡോക്ടർ VP ജോസഫ് വലിയ വീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. വരാപ്പുഴ അതിരൂപത സഹായമെത്രാൻ ഡോക്ടർ ആന്റണി വാലിങ്കൽ അനുഗ്രഹ പ്രഭാഷണം നടത്തി. ഉപവാസ ധർണയ്ക്ക് അഭിവാദ്യം അർപ്പിച്ചുകൊണ്ട് പള്ളുരുത്തിയിൽ നിന്നും തോപ്പുംപടി ജംഗ്ഷനിൽ നിന്നും ഉപവാസ വേദിയിലേക്ക് ബഹുജന റാലികൾ നടത്തി. റാലികൾ KCBC സെക്രട്ടറി ജനറൽ ഫാദർ തോമസ് തറയിൽ, KLCA സംസ്ഥാന പ്രസിഡന്റ് അഡ്വക്കേറ്റ് ഷെറി J തോമസ് എന്നിവർ ഫ്ലാഗ് ഓഫ് ചെയ്തു. സമാപന സമ്മേളനം കോട്ടപ്പുറം മെത്രാൻ ഡോക്ടർ അംബ്രോസ് പുത്തൻവീട്ടിൽ ഉദ്ഘാടനം ചെയ്തു. അഡ്വക്കേറ്റ് ഷെറി J തോമസ്, ആലപ്പുഴ രൂപത വികാരി ജനറൽ ഡോക്ടർ ജോയ് പുത്തൻവീട്ടിൽ, കൊച്ചി രൂപത വികാരി ജനറൽ മോൺസിഞ്ഞോർ ഷൈജു പരിയാത്തശ്ശേരി എന്നിവർ പ്രസംഗിച്ചു. ചെല്ലാനം മുതൽ ഫോർട്ട് കൊച്ചി വരെയുള്ള പ്രദേശങ്ങളിലെ കടലാക്രമണത്തിനും അതേ തുടർന്നുള്ള കെടുതികൾക്കും ദുരിതങ്ങൾക്കും ശാശ്വത പരിഹാരമുണ്ടാക്കണമെന്ന് ഈ പ്രദേശങ്ങളിലെ ജനങ്ങൾ നിരന്തരമായി സർക്കാരിനോട് ആവശ്യപ്പെട്ടു വരികയായിരുന്നു. നിരവധി സമരങ്ങളും പ്രക്ഷോഭങ്ങളും ഇവർ നടത്തിയിരുന്നു. ഇന്നും അവ തുടരുകയാണ്. ഇവർ നടത്തിയ പ്രക്ഷോഭങ്ങളുടെയും KRLCCയുടെ നേതൃത്വത്തിൽ നടത്തിയ ശ്രമങ്ങളുടെയും പശ്ചാത്തലത്തിൽ 17 കിലോമീറ്റർ ദൈർഘ്യം വരുന്ന ഈ തീരത്ത് ആദ്യഘട്ടത്തിൽ ചെല്ലാനം മിനി ഫിഷിംഗ് ഹാർബർ മുതൽ ചെറിയ കടവ് വരെ പ്രദേശത്ത് ടെട്രാപോഡ് കടൽ ഭിത്തി നിർമ്മാണം സർക്കാർ പ്രഖ്യാപിക്കുകയും 344 കോടി രൂപ അനുവദിക്കുകയും ചെയ്തു. കരാർ തുകയിലുണ്ടായ വർധനവും മറ്റ് സാങ്കേതിക ബുദ്ധിമുട്ടുകളും കാരണം ചെല്ലാനം മുതൽ കണ്ണമാലി പുത്തൻതോട് വരെയുള്ള 73 കിലോമീറ്റർ മാത്രമാണ് സർക്കാർ അനുവദിച്ച തുകയ്ക്ക് പൂർത്തിയാക്കിയത്. ശേഷിക്കുന്ന പ്രദേശങ്ങളിൽ കടൽഭിത്തി തീർത്തും തകർന്ന അവസ്ഥയിലാണ്. അടിയന്തരമായി കടൽഭിത്തി നിർമ്മാണം പൂർത്തിയാക്കിയില്ലെങ്കിൽ ഈ പ്രദേശം ശക്തമായ കടലാക്രമണം നേരിടേണ്ടി വരുമെന്നും സർക്കാരിനെ നിവേദനങ്ങളിലൂടെ ബോധ്യപ്പെടുത്തിയിട്ടും ഗൗരവമായ ഇടപെടലുണ്ടായില്ല. തന്മൂലം ഇവിടുത്തെ ജനങ്ങൾ ഇപ്പോഴും തുടർച്ചയായ കടലാക്രമണം മൂലം ദുരിതങ്ങൾ അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്.